ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ നീതിയുക്തമായ നടപടികളുമായി മുന്നോട്ടു പോകുന്നില്ല എന്ന ആക്ഷേപം കുറേ കാലമായി ശക്തമാണ്. പ്രത്യേകിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട തുടർച്ചയായ പരാതികൾ, ആ പരാതികളിൽ കമ്മീഷൻ സ്വീകരിച്ചിട്ടുള്ള നടപടികളെല്ലാം എല്ലാ കാലഘട്ടത്തിലും കമ്മീഷനെ പ്രതിപ്പട്ടികയിൽ നിർത്തിയിട്ടുള്ളതാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ പട്ടികയിൽ. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, വനിതാ ബിൽ ഇന്ത്യൻ പാർലമെന്റിൽ പരാജയപ്പെട്ടപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദൂരദർശൻ വഴി രാജ്യത്തെ അഭിസംബോധന ചെയ്തു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ദൂരദർശൻ എന്ന ഔദ്യോഗിക ദൃശ്യമാധ്യമം വഴി രാജ്യത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ സ്വാഭാവികമായും അത് ടെലികാസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്തം പ്രത്യേകിച്ച് ഇന്ത്യയിലെ വാർത്താ മാധ്യമങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം എല്ലാ മാധ്യമങ്ങളും ഏറ്റെടുത്തപ്പോൾ 56 തവണ തുടർച്ചയായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് അപമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ ആ പാർട്ടിയെക്കുറിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞുകൊണ്ടേയിരുന്നു. രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പാർട്ടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ദ്രാവിഡ മുന്നേറ്റ കഴകവും തൃണമൂൽ കോൺഗ്രസും. ഈ പാർട്ടികളെയാണ് തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപമാനിച്ചത്, ആക്ഷേപിച്ചത്. അതും തെരഞ്ഞെടുപ്പ് വിവിധ സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പോലും ലംഘിച്ചുകൊണ്ട് പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന പരാതി പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ നൽകുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഒരു പ്രസ്താവന നടത്തിയതിൽ തീവ്രവാദി എന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വിളിച്ചു എന്ന ആക്ഷേപമുണ്ടായി. തീവ്രമായ നിലപാട് സ്വീകരിക്കുന്നയാളെ തീവ്രവാദി എന്ന് വിളിച്ചതിൽ തെറ്റില്ല എന്ന തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മുന്നോട്ട് വന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നു. പക്ഷേ അപ്പോൾ നമ്മൾ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത, തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പൊടുന്നനവേ മല്ലികാർജുന ഖാർഗെക്കെതിരെ നടപടി സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു എന്നുള്ളതാണ്. ഈ ഇരട്ടത്താപ്പിനെയാണ് ഇന്ന് രാജ്യസഭയിൽ 70-ലധികം വരുന്ന പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളിലെ എംപിമാർ ഒരുമിച്ചെതിർത്ത് ചില നടപടികളുമായി മുന്നോട്ട് പോയത്. ശ്രദ്ധിക്കൂ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് രാജ്യസഭയിൽ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ നീക്കം ഇന്ന് കാണാൻ സാധിച്ചത്. കോൺഗ്രസ് വക്താവും MPയുമായ ജയറാം രമേശിന്റെ നേതൃത്വത്തിൽ 73 പ്രതിപക്ഷ MPമാർ ഒപ്പിട്ട നോട്ടീസ് രാജ്യസഭ സെക്രട്ടറി ജനറലിന് കൈമാറി. 2026 മാർച്ച് 15 ശേഷം ജ്ഞാനേഷ് കുമാറിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ചകളും പെരുമാറ്റ ദൂഷ്യങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഭരണഘടനയുടെ 324(5), 124(4) അനുച്ഛേദങ്ങൾ പ്രകാരം ഇംപീച്ച്മെന്റ് നടപടികൾക്ക് സമാനമായ നോട്ടീസ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് കത്തയക്കാനുള്ള പ്രമേയമാണ് നോട്ടീസ് സമർപ്പിച്ചിട്ടുള്ളത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ നിഷേധിക്കാനാവാത്ത 9ഓളം ഗുരുതരമായ കുറ്റങ്ങൾ രേഖാമൂലം നിരത്തിയിട്ടുണ്ടെന്ന് ജയറാം രമേശ് വ്യക്തമാക്കി. ജ്ഞാനേഷ് കുമാർ പദവിയിൽ തുടരുന്നത് ഭരണഘടനയോടുള്ള അവഹേളനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും വേണ്ടി ചട്ടവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരാൾ ഈ പദവിയിൽ തുടരുന്നത് അപമാനകരമാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. രാജ്യസഭയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഒറ്റക്കെട്ടായി നീങ്ങുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴി തുറന്നിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കെതിരായ പരാമർശത്തിന്റെ പേരിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് കഴിഞ്ഞ ദിവസം നോട്ടീസ് നൽകിയതോടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരായ നീക്കം ഇപ്പോൾ പ്രതിപക്ഷം കടുപ്പിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യാൻ തുടർച്ചയായി 2 വട്ടം പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുന്നത് ഇതാദ്യമായാണ് എന്ന് നമുക്കിപ്പോൾ വിലയിരുത്തേണ്ടി വരും. ഇതിൻ്റെ തുടർ ചലനങ്ങൾ എന്തായിരിക്കും എന്നും നമുക്ക് കാത്തിരുന്ന് കാണാം.